بسم الله والحمد لله والصلاة والسلام على رسول الله. فهذا هو التمارين أو هي التمارين من الدرس السادس والعشرين. 26ാമത്തെ പാഠത്തെ തമാരീനാണ്. ഈ പാഠത്തിൽ നമ്മൾ പഠിച്ചിട്ടുള്ളത് മിസാലിനെ പറ്റിയിട്ടാണ്. മിസാൽ എന്ന് പറയുമ്പോൾ ഫാഉൽ കലിമ അഥവാ ആദ്യത്തെ ഹർഫ്, അത് ഹർഫുലില്ലയായി വരുമ്പോഴാണ്. അപ്പോൾ ഇവിടെ ആദ്യം പറയുന്നത് ഹാദി അംസിലത്തുൽ ഫിഅലിൽ മുഅത്തലുൽ ഫാഇ. മുഅത്തലുൽ ഫാ അഥവാ മിസാൽ അല്ലെങ്കിൽ ഫാഉൽ കലിമ മുഅത്തലായി വരുമ്പോൾ, ഹർഫു അൽ ഇല്ല ആയി വരുമ്പോഴുള്ള അതിൻ്റെ എക്സാമ്പിൾസ് ആണ്. വജദ, വസല, വസന, വഅദ, വദഅ, വഹബ, വജബ, വഖഫ. എല്ലാ ഫിഅലുകളും വാവ് വെച്ച് തുടങ്ങുന്നു. വാവ് എന്ന് പറയുന്നത് ഹർഫുൽ ഇല്ലയിൽ പെട്ടതാണ്. അപ്പോൾ വജദ യജിദു എന്നുള്ള ഫിഅലാണ്. വജദ യജിദു ഒരു സംഭവത്തെ നമ്മൾ കാണുന്നതിന് വജദ, ഒരു സ്ഥലത്ത് കാണുന്നതിന് വജദ എന്ന് പറയും, ടു ഫൈൻഡ്. വസല യസിലു, ഒരു സ്ഥലത്ത് എത്തുന്നതിനാണ് വസല യസിലു. വസന, അതിന് മുതാരി യസിനു എന്നാണ്. വസന എന്ന് പറയുമ്പോൾ ഒരു സംഭവത്തെ വെയിറ്റ് ചെക്ക് ചെയ്യുന്നതിനാണ് വസന. വഅദ എന്ന് പറഞ്ഞാൽ പ്രോമിസ്, ടു പ്രോമിസ് സംതിങ്. വദഅ എന്ന് പറയുമ്പോൾ വദഅ ഒരു സ്ഥലത്ത് വെക്കുന്നതിന്, ടു പുട്ട്, അതിനാണ് വദഅ. വഹബ യഹബു, എന്തെങ്കിലും ഒരു വഹബ എന്ന് പറയുമ്പോൾ ഗിഫ്റ്റ് കൊടുക്കുന്നതിന് വഹബ എന്ന് പറയും, അല്ലെങ്കിൽ ഒരു സംഭവം കൊടുക്കുന്നതിന് വഹബ. വജബ യജിബു, നിർബന്ധമാവുന്നതിന് വജബ യജിബു. വഖഫ യഖിഫു, വഖഫ എന്ന് പറയുമ്പോൾ ഒന്നുകിൽ നിൽക്കുന്നതിന് അല്ലെങ്കിൽ നിർത്തുന്നതിന് വഖഫ എന്ന് പറയും. രണ്ടാമത് തഅമ്മൽ മിസാൽ സുമ്മ അക്തുബ് മുദാരി അൽ അഫ്ആൽ അൽ ആതിയ. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും മുദാരിയാണ് ഇവിടെ എഴുതേണ്ടത്. വജദ യജിദു, ആദ്യത്തെ ഒരു എക്സാമ്പിൾ എടുത്തിട്ടുണ്ട്. അതിൻ്റെ അസ്ൽ എന്താണ്? യൗജിദു എന്നാണ്. സാധാരണ മുദാരിയെ മാദിയുടെ മുമ്പിൽ ഹർഫൽ മുദാറ, അതിന് മുദാരിയുടെ ഹർഫ് ഇടുമ്പോഴാണ് അത് മൊത്തമായിട്ട് മുദാരി ആവുന്നത്. മസലൻ ദഹബ എന്നുള്ളത് യദ്ഹബു. അതേപോലെ തന്നെ വജദ എന്നുള്ളതാണ് യൗജിദു എന്നാണ് ആവേണ്ടത്. പക്ഷേ ഹുദിഫത്ത് മിൻഹുൽ വാവ്, ആ വാവ് അവിടെ അതിനെ കളയുന്നുണ്ട്. അതുകൊണ്ട് അങ്ങനെയാണ് യജിദു എന്നാവുന്നത്. അങ്ങനെ കളയാനുള്ള കാരണം സിഖലാണ്. എന്ന് വെച്ചാൽ സംസാരിക്കുമ്പോൾ അത് യൗജിദു എന്ന് പറയുമ്പോൾ അത് ചെറിയൊരു പ്രയാസമുള്ളത് കൊണ്ടാണ് ആ വാവിനെ കളയുന്നത്. അപ്പോൾ വഖഫ എന്നുള്ളത് യൗഖിഫു എന്നാണ്, അത് മുദാരി യഖിഫു എന്നായി മാറും, വാവിനെ ഹദ്ഫ് ചെയ്യുന്നത് കൊണ്ട്. വസന എന്നുള്ളത് യസിനു എന്നായി മാറും. വസല യസിലു, വജബ യജിബു, വഅദ യഇദു. അപ്പോൾ യൗഇദു എന്നുള്ളത് യഇദു എന്നായി മാറും. വലജ എന്നുള്ള ഫേൽ ഇവിടെ അത് യൗലിജു എന്നാണ്, യലിജു എന്നായി മാറും. അതിൻ്റെ അർത്ഥം ഇവിടെ കൊടുത്തിട്ടുണ്ട് ദഖല എന്നുള്ള അർത്ഥമാണ്. വദഅ അതിൻ്റെ മുദാരിയെ യദഉ എന്നാണ്. ഇത് ദഹബ യദ്ഹബു പോലെയുള്ള ഇതാണ്. ദഹബ യദ്ഹബു പോലെ വദഅ യദഉ. അതിൻ്റെ അസ്ലം നമ്മൾ പറഞ്ഞ പോലെ യൗദഉ എന്നാണ്, പക്ഷേ വാവിനെ ഹദ്ഫ് ചെയ്യുന്നു. വഹബ എന്നുള്ളത് യഹബു, ഇവിടെ കൊടുക്കുന്നത് വഹബ മിസ്ലു വദഅ പോലെ തന്നെയാണ് വഹബ. മൂന്നാമത്തെ തഅമ്മൽ മിസാൽ സുമ്മ ദഅൽ അംർ മിനൽ അഫ്ആൽ അൽ ആതിയ. ഇവിടെ ഈ ഒരു ഉദാഹരണം പോലെ തന്നെ ബാക്കിയുള്ളതിൻ്റെ അഫ്ആലുകളുടെ അംർ കൊടുക്കാനാണ്. തഖിഫു എന്നുള്ളതിൻ്റെ തഖിഫു പറയുമ്പോൾ നിങ്ങൾ നിൽക്കുന്നു, അതിൻ്റെ അംർ എന്താണ്? ഖിഫ് എന്നാണ്. തായിനെ കളയുന്നു, അവസാനം സുക്കൂൻ എടുക്കുന്നു, ഖിഫ്. ലാ യഹ്താജു ഇലൽ ഹംസ ലിഅന്ന അവലഹു മുതഹർരിക്. സാധാരണ നമ്മൾ ഫിഅൽ അംറിന് നമ്മൾ അലിഫ് കൊടുക്കാറുണ്ട് മുമ്പ്. മസലൻ ദഖല യദ്ഖുലു ഉദ്ഖുൽ, ഖറജ യഖ്റുജു ഉഖ്റുജ്, ഫതഹ യഫ്തഹു ഇഫ്തഹ് എന്നുള്ള പോലെ അവിടെ ഒരു ഹംസത്തുൽ വസ്ൽ അലിഫ് കൊടുക്കും. കാരണം അത് സുക്കൂന്, നമ്മൾ ഹർഫുൽ മുദാര അവിടുന്ന് മാറ്റിയാൽ പിന്നെ അത് സുക്കൂന് കൊണ്ടാണ് തുടങ്ങുന്നത്. അപ്പോൾ സുക്കൂന് കൊണ്ട് തുടങ്ങാൻ പാടില്ലാത്തത് കൊണ്ടാണ് അവിടെ ഒരു അലിഫ് കൊടുക്കുന്നത്. ഇവിടെ ആണെങ്കിൽ ആ ഒരു അലിഫ് അല്ലെങ്കിൽ ഹംസ കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താണ്? ആദ്യം തന്നെ മുത്തഹരിക്കാണ്. താ കളഞ്ഞാൽ എന്താണ്? ഖി ഫു എന്നാണ്. അതും ഹറക്കയുണ്ട്, അതുകൊണ്ട് അവിടെ ഒരു ഹംസ അല്ലെങ്കിൽ അലിഫ് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പം തഖിഫു എന്നുള്ളത് ഖിഫ് എന്നായി. തസീനു എന്നുള്ളത് എന്താ മാറും? സിൻ, താ കളയുന്നു, സിൻ എന്നായി മാറുന്നു. തഈദു എന്നുള്ളത് ഇദ്, തഈദു ഇദ്. തഹബു, താ മാറ്റുമ്പോൾ ഹബ്. തദഉ, താ മാറ്റുമ്പോൾ ഇവിടെ ദഅ എന്നായി മാറും. നാലാമത്തത് ഇഖ്റ മാ യലി, താഴെയുള്ളത് വായിക്കാനാണ്. മത തസിലു ത്വാഇറത്തു മിൻ പാരീസ്, എപ്പോഴാണ് പ്ലെയിന് പാരീസിൽ നിന്ന് എത്തുന്നത്?
തസ്ലു ഫി സാഅത്തിൽ ഹാദിയത അശറത വന്നസ്ഫ് 11:30 മണിക്കാണ് എത്തുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം തസ്ലു എന്നുള്ള ഫിഅൽ അതിൻ്റെ അസ്ൽ എന്താണ്? അതിൻ്റെ മാദി വസല എന്നാണ്. വസല യസിലു അത് മിസാലായിട്ടുള്ള ഒരു ഫിഅലാണ്. യജിബു അലീന അൻ നഫ്ഹമൽ ഖുർആൻ അൽ കരീമ വ നഅമല ബിഹി. നമ്മൾ തീർച്ചയായിട്ടും ഖുർആന് മനസ്സിലാക്കുകയും അതുകൊണ്ട് പ്രവർത്തിക്കുകയും ചെയ്യണം. അപ്പോൾ യജിബു എന്നുള്ള ഫിഅലാണ് ഉള്ളത്. അത് വജബ എന്നുള്ള ഫിഅൽ എന്നാണ് വരുന്നത്. ഖാല ലിത്തബീബു ضع هذا القرص على اللسان ثم ابلعه. قال لي الطبيب എന്നോട് ഡോക്ടർ പറഞ്ഞു ضع هذا القرص ഈ ഒരു ഗുളിക على اللسان അത് നാവിൽ വെച്ചിട്ട് ثم ابلعه എന്നിട്ട് അത് വിഴുങ്ങാൻ. അപ്പോൾ ضع എന്നുള്ള ഫിഅലാണ് ഇവിടെ. وضع يضع. ستجدني في البيت بعد صلاة العشاء إن شاء الله. നീ എൻ്റെ വീട്ടിൽ ഇശാ നിസ്കാരത്തിന് ശേഷം എനിക്ക് എന്നെ കാണാൻ പറ്റുന്നതാണ്. സോ സതജിദുനി ഇത് വജദ എന്നുള്ള ഫിഅൽ എന്നാണ്. ഖിഫ് ഹുന യാ സായിഖു അന ഉരീദു അൻ അൻസിൽ. എവിടെ നിർത്തൂ ഓ സായിഖ് ഡ്രൈവറെ. അന ഉരീദു അൻ അൻസിൽ എനിക്ക് ഇവിടെ ഇറങ്ങണം. ഖിഫ് എന്ന് പറയുന്നത് വഖഫ യഖിഫു എന്നുള്ള ഫിഅലിൻ്റെ അമ്രാണ്. സിൻ ലി കിലോഗ്രാമൻ മിന സുക്കരി യാ ബഖാൽ. എനിക്ക് ഷുഗറിൽ നിന്ന് 1 കിലോഗ്രാം അളക്കാൻ. സിൻ എന്ന് പറയുമ്പോൾ അളക്കാൻ അല്ലെങ്കിൽ വെയിറ്റ് ചെക്ക് ചെയ്യാൻ. അപ്പോൾ സിൻ എന്ന് പറയുമ്പോൾ വസന യസിനു എന്നുള്ള ഫിഅൽ എന്നാണ്. വയജൂസ് സിന്നി. അപ്പോൾ സിൻലി എന്ന് അതിന് പകരം സിന്നി എന്നും പറയാൻ പറ്റും. സിന്നി കിലോഗ്രാമൻ മിന്നും പറയാൻ പറ്റും. 7ാമത്തത് യാ സൽമ ദഇ ഹാദൽ കിതാബ അല മക്തബി. യാ സൽമ ദഇ എന്ന് പറയുമ്പോൾ വദഅ യദഉ എന്നുള്ള ഇവിടെ ദ എന്നാണ് സാധാരണ വരാറ്. ദഇ എന്ന് പറയാൻ കാരണം സൽമ എന്നുള്ളത് ഒരു സ്ത്രീയാണ്. അതുകൊണ്ട് ദഇ ഹാദൽ കിതാബ അല മക്തബി. ഓ സൽമ ഈ പുസ്തകം എൻ്റെ മേശപ്പുറത്ത് വെക്കൂ. 8ാമത്തെ ലിമാദ തഖിഫു ഹുന യാ അഖി. നീ എന്തിനാണ് ഇവിടെ നിൽക്കുന്നത് ഓ സഹോദര? ഇജ്ലിസ് ഇരിക്കൂ. അപ്പോൾ ഇവിടെ വഖഫ എന്നുള്ള ഫിഅലാണ്. ഇവിടെ വഖഫ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം നിൽക്കുക എന്നുള്ള അർത്ഥത്തിലാണ് വരുന്നത്. ലാ തഖിഫ് ഫി ത്വരീഖി. റോഡിൽ നിൽക്കരുത്. ലാ തഖിഫ് ഫി ത്വരീഖി. അപ്പോൾ ഇത് ഫിഅൽ നഹിയാണ്. വഖഫ യഖിഫു എന്നുള്ള ഫിഅൽ മുദാരിഇന്റെ മുമ്പിൽ ലാം ആണ്. ഇത് ലാം എന്നുള്ളത് ഈ ലാ നഹി എന്നുള്ളത് അടുത്ത ഫിഅൽ മുദാരിഇനെ മജ്സൂമാക്കുന്ന ജാസിമാണത്. ലാ തഖിഫ്. തഖിഫു എന്നുള്ളത് തഖിഫ് നായി. قال الله عز وجل في سورة سبأ. الله سبحانه وتعالى سورة سبأ പറഞ്ഞിട്ടുണ്ട് يعلم ما يلج في الأرض وما يخرج منها. അള്ളാഹുവിന് അറിയാം എന്താണ് ഭൂമിയിലോട്ട് പോകുന്നതും വമാ യഖ്റുജു മിൻഹാ അതിൽ നിന്ന് പുറത്തു വരുന്നതും വമാ യൻസിലു മിനസ് സമാഇ വമാ യഅറുജു ഫീഹാ എന്താണ് ആകാശത്തു നിന്ന് വരുന്നതും അതിലോട്ട് പോകുന്നതും. വഹുവ റഹീമു അൽ ഗഫൂർ. അവൻ റഹീമും ഗഫൂറുമാണ്. ഇവിടെ യലിജു എന്നുള്ള ഫിഅലാണ്. അത് വലജ യലിജു എന്നുള്ള വലജ എന്നുള്ള ഫിഅൽ എന്നാണ് വരുന്നത്. വലജ യൗലിജു എന്നുള്ളത് യലിജു നായി മാറുന്നതാണ്. وقال تعالى في سورة الشورى. سورة الشورى الله പറഞ്ഞു لله ملك السماوات والأرض. അള്ളാഹുവിനാണ് ആകാശ ഭൂമിയുടെ മുൽക്ക്. യഖ്ലുഖു മാ യശാ അവൻ ഇഷ്ടമുള്ളത് അവൻ സൃഷ്ടിക്കുന്നു. യഹബു ലിമൻ യശാഉ ഇനാസൻ വയഹബു ലിമൻ യശാഉ ദുകൂർ. അവന് ഇഷ്ടമുള്ളവർക്ക് സ്ത്രീകുട്ടി കൊടുക്കുന്നു. വയഹബു ലിമൻ യശാഉ ദുകൂർ അവൻ ഇഷ്ടമുള്ളവർക്ക് ആൺകുട്ടികളും കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ യഹബു എന്നുള്ള ഫിഅലാണ്. വഹബ യഹബു. 5ാമത്തെ തഅമ്മലിൽ അംസില അൽ ആതിയ ലിൽ ഇസ്മിൽ മുസഗ്ഗർ. അടുത്തത് നമ്മൾ കാണുന്നത് മുസഗ്ഗർ ആയിട്ടുള്ള ഇസ്മാണ്. മുസഗ്ഗർ എന്ന് പറയുന്ന ഇസ്മ എന്ന് പറയുമ്പോൾ ഫുഐൽ എന്നുള്ള ഒരു വസ്ന് അല്ലെങ്കിൽ ആ ഫോർമാറ്റിലാണ് വരുന്നത്. മസലൻ ഉലൈദ് എന്ന് പറയുമ്പോൾ വലദുൻ സഗീർ. വലദ് എന്നുള്ള വാക്കിനെ ചെറിയ കുട്ടി, വലത് പറയുമ്പോൾ കുട്ടിയാണ്. വലദുൻ സഗീർ ചെറിയ കുട്ടി എന്നുള്ള അർത്ഥത്തിൽ പറയാനാണ് ഉലൈദ് എന്ന് പറയുന്നത്. ഇങ്ങനെ തസ്ഗീർ എന്ന് പറയുന്നത് സാധാരണ ഒരു സംഭവത്തെ ചെറുതാക്കാനോ അല്ലെങ്കിൽ ഹജ്മ അതിൻ്റെ സൈസ് ചെറുതാക്കാനോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾക്ക് ഞാൻ ലുത്ഫോടെ സ്നേഹത്തോടെ വിളിക്കുന്നതിനും യാ ബുനൈ എന്നൊക്കെ വിളിക്കുന്ന രീതിയിലും ഉപയോഗിക്കാറുണ്ട്. അപ്പം ഉലൈദ് എന്ന് പറയുമ്പോൾ വലദുൻ സഗീർ. ഖിഫ് യാ ഉലൈദ് എന്നുള്ള രീതിയിൽ പാഠത്തിൽ വന്നിട്ടുണ്ട്. ജുബൈൽ എന്ന് പറയുമ്പോൾ എന്താണ്? ജബലുൻ സഗീർ ചെറിയ ഒരു ജബൽ ചെറിയൊരു പർവ്വതം. നുഹൈറുൻ നഹ്റുൻ സഗീറുൻ ചെറിയൊരു റിവർ അതാണ് നുഹൈർ. കുലൈബ് എന്ന് പറയുമ്പോൾ കൽബുൻ സഗീർ ചെറിയ ഒരു നായ. അപ്പോൾ ഇത് ഫുഐൽ എന്നുള്ള ഫോർമാറ്റിലാണ് വരുന്നത്. ഉലൈദ്, ജുബൈൽ, നുഹൈർ, കുലൈബ്. നമ്മൾക്കറിയുന്ന ചില വാക്കുകൾ ജാബിർ എന്നുള്ള ഒരു പേരിൻ്റെ തസ്ഗീറാണ് ജുബൈർ. അങ്ങനത്തെ വാക്കുകളും എന്താണ്
മഷൂറാണ്. ആറാമത്തേത് സഗീർ അൽ അസ്മാലാത്തിയ. ഇനി അതേപോലെ തന്നെ ഈ വാക്കുകൾ തസ്ഖീർ ചെയ്യാൻ. റജുൽ എന്ന് പറയുമ്പോൾ എന്താവും? റുജൈൽ. റജുൽ റുജൈൽ. അപ്പോൾ ചെറിയൊരു മനുഷ്യന് റുജൈൽ എന്ന് പറയും. തിഫൽ തുഫൈൽ, ചെറിയ കുട്ടിക്ക് തുഫൈൽ എന്ന് പറയും. കലമുൻ കുലൈമുൻ, ചെറിയ ഒരു പേനക്ക് കുലൈമുൻ. നജ്മുൻ നുജൈമുൻ, ചെറിയ ഒരു നക്ഷത്രങ്ങൾക്ക് നുജൈമുൻ എന്ന് പറയും. ഏഴാമത്തെ തഅമ്മുൽ അംസിലാത്തി അൽ ഇസ്മി തഫ്ദീൽ. ഇനി ഇസ്മു തഫ്ദീലിൻ്റെ ഉദാഹരണങ്ങളാണ്. ഖലീലുൻ അഖൽ. ഖലീൽ എന്ന് പറയുമ്പോൾ എന്താണ്? കുറച്ച്. അഖൽ എന്ന് പറയുമ്പോൾ അതിലും ഏറ്റവും കുറച്ച്. ഷദീദുൻ അഷദ്ദു. ഷദീദ് എന്ന് പറയുമ്പോൾ ഭയങ്കരമായിട്ടുള്ളത്. അഷദ്ദു ഏറ്റവും ഭയങ്കരമായിട്ടുള്ളത്. ലദീദുൻ അലദ്. ലദീദുൻ രുചിയുള്ളത്. അലദ് ഏറ്റവും രുചിയുള്ളത്. ഹബീബുൻ, ഹബീബ് എന്ന് പറയുമ്പോൾ നമുക്ക് സ്നേഹമുള്ള ഒരാൾക്കാണ് ഹബീബ്. അഹബ്ബു ഏറ്റവും സ്നേഹമുള്ളത്. എട്ടാമത്തത് ഇഖ്റമായലി ബഖിയ അഖല്ലു മിൻ സഅത്തിൻ. ബഖിയ അഖല്ലു മിൻ സഅത്തിൻ എന്ന ഒരു മണിക്കൂറിൽ കുറവാണ് ബാക്കിയുള്ളത്. അഖല്ലു മിൻ സഅ. അൽ ബുർത്തുഖാലു ലദീദുൻ വത്തുഫാഹു അലദ് മിൻഹു. ഓറഞ്ച് മധുരമുള്ളതാണ്. വത്തുഫാഹു അലദ് മിൻഹു. ആപ്പിൾ ആണെങ്കിൽ അതിനെക്കാട്ടും കൂടുതൽ മധുരമുള്ളതാണ്. ഇസ്മു തഫ്ദീലാണ്. ലദീദിൻ്റെ ഇസ്മു തഫ്ദീലാണ് അലദ്. അബി ഹബീബുൻ ഇലയ്യ വ ഉമ്മി അഹബ്ബു ഇലയ്യ മിൻഹു. അബി, എൻ്റെ ഉപ്പ എനിക്ക് വളരെയധികം സ്നേഹമുള്ള ഒരാളാണ്. വ ഉമ്മി അഹബ്ബു ഇലയ്യ മിൻഹു, എൻ്റെ ഉമ്മ അതിനെക്കാട്ടും കൂടുതൽ സ്നേഹമുള്ളവരാണ്. നാലാമത്തെ അൽ ബർദുൽ യൗമ അഷദ്ദു. ഇന്നത്തെ തണുപ്പ് അഷദ് ആണ്, വളരെ കഠിനമുള്ളതാണ്. മാ അഹബ്ബു ദുറൂസ് ഇലൈക അഹബ്ബു ദുറൂസ് ഇലയ്യ അൽ ഖുർആനുൽ കരീം. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ദുറൂസ്, ഇനി പാഠങ്ങൾ ഏതാണ്? എനിക്ക് ഏറ്റവും ഇഷ്ടം പഠിക്കാനുള്ള സബ്ജക്റ്റ് എന്നുള്ള, അല്ലെങ്കിൽ പഠിക്കാൻ ഇഷ്ടമുള്ളത് ഏതാണ്? അഹബ്ബു ദുറൂസ് ഇലയ്യ അൽ ഖുർആനുൽ കരീം. എനിക്ക് ഏറ്റവും ഇഷ്ടം പഠിക്കാനുള്ളത് ഖുർആൻ കരീമാണ്. കാന തുല്ലാബു ഖലീലൻ അംസി വൽ യൗമ ഹും അഖല്ലു. വിദ്യാർത്ഥികൾ ഇന്നലെ കുറവായിരുന്നു, ഇന്ന് അതിലും കൂടുതൽ കുറവാണ്. അഖൽ. മൻ അഹബ്ബു നാസി ഇലൈക്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആളുകൾപ്പെട്ടത് ആരാണ്? അഹബ്ബു നാസി ഇലയ്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എനിക്ക് ഏറ്റവും ഇഷ്ടം ആളുകൾപ്പെട്ടതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒമ്പതാമത്തെ തഅമ്മൽ മായലി ഐനൽ കിതാബു. എവിടെയാണ് പുസ്തകം? ഹാ ഹുവ ദ. ഇതാ ഇവിടെ. ഹുവ ദ, ഹുവ ഹാദ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഹാ ഹുവ ദ എന്നുള്ളത്. ഐന സാഅത്തു. എവിടെയാണ് വാച്ച്? ഹാ ഹിയ ദി എന്ന് പറയുമ്പോൾ ഹിയ ഹാദിഹി എന്നുള്ള അർത്ഥത്തിലാണ്. ഹാ ഹിയ ദി എന്ന് പറയുമ്പോൾ ഇതാ ഇവിടെ. ഐന ഇബ്രാഹിമു. ഇബ്രാഹിം എവിടെയാണ്? ഹാ അനദ. അന ഇവിടെ. അന ഹാദ എന്നുള്ള രീതിയിൽ. يتظاهر المدرس بالبحث عن شيء اسمه مذكر فيقول أحد الطلاب ها هو ذا. ഇവിടെ അധ്യാപകൻ ഒരു സംഭവത്തെ, മുദക്കറായിട്ടുള്ള ഒരു ഇസ്മിനെ എന്താണ് നോക്കുന്നത് പോലെ കാണിച്ചിട്ട് അതിലൊരു വിദ്യാർത്ഥി പറയും ഹാ ഹുവ ദ, ഇതാ ഇവിടെ. അതേപോലെ തന്നെ മുഅന്നസ് ആയിട്ടുള്ള ഒരു ഇസ്മ ആണെങ്കിൽ ഹാ ഹിയ ദി എന്ന് വിദ്യാർത്ഥി പറയും. ثم يتظاهر بالبحث عن طالب ويقول المبحوث عنه نفسه ها أنا ذا. പിന്നെ അതിനുശേഷം ഒരു വിദ്യാർത്ഥിയെ പറ്റി അധ്യാപകൻ ചോദിക്കുന്നു, എന്നിട്ട് ആ വിദ്യാർത്ഥി പറഞ്ഞു ഹാ അനദ. അപ്പം ഇതിൻ്റെ ഷായർ എന്ന് പറഞ്ഞാൽ മുദക്കറായിട്ടുള്ള ഒരു സംഭവമാണെങ്കിൽ ഹാ ഹുവദ, ഇതാ ഇവിടെ എന്ന് പറയും. മസലൻ ഒരു കിതാബിനെ പറ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ അത് കിട്ടിയാൽ ഹാ ഹുവദ എന്ന് പറയും. അത് മുഅന്നസ് ആയിട്ടുള്ള ഒരു മസലൻ ഹഖീബാണെങ്കിൽ ഹാ ഹിയ ദി. ഇനി സ്വന്തമായിട്ട് പറയുകയാണെങ്കിൽ ഹാ അനദ എന്ന് പറയും. ഇപ്പം ഞാൻ എവിടെയുണ്ട് എന്നുള്ള രീതിയിൽ. പത്താമത്തെ തഅമ്മൽ മിസാൽ ثم كون جملا مثله مستعملا فيها يجب على مستعينا بالكلمات الواردة بين القوسين. ഇനി മിസാൽ പ്രകാരം ബാക്കിയുള്ളത് യജിബു എന്നുള്ള ആ ഒരു സിയാഖ് വെച്ച് പറയാനാണ്. മസലൻ യജിബു അലൈന അൻ നഫ്ഹമൽ ഖുർആന വ നഅമല ബിഹി. നമ്മൾ തീർച്ചയായിട്ടും ഖുർആൻ മനസ്സിലാക്കുകയും അതുകൊണ്ട് പ്രവർത്തിക്കുകയും ചെയ്യണം. ഇവിടെ തക്തുബുൽ വാജിബാത്ത് ബിൻതിദാം എന്ന് കൊടുത്തിട്ടുണ്ട്. ഹോംവർക്ക് നല്ല ഓർഡറോടെ എഴുതണം എന്നാണ്. അപ്പോൾ യജിബു അലൈന, ഇവിടെ തക്തുബാണ്. അപ്പോൾ യജിബു അലൈക എന്നാണ് പറയേണ്ടത്. യജിബു അലൈക അൻ തക്തുബൽ വാജിബാത്ത് ബിൻതിദാം. ഈ ഹോംവർക്ക് നല്ല ഓർഡറോടെ എഴുതണം. ഇവിടെ തഹ്ഫദീന എന്നാണ്. അപ്പോൾ യജിബു അലൈക്കി അൻ തഹ്ഫദി സൂറത്തൈനി ഹാദ അൽ ഉസ്ബു. ഇവിടെ അൻ വരുമ്പോൾ തഹ്ഫദീന
എന്തായി മാറും? തഹ്ഫദി, ഹദ്ഫുൻ നൂനാണ്. അപ്പോൾ നീ തീർച്ചയായിട്ടും ഈ 2 സൂറത്തുകൾ ഈ ആഴ്ച മനഃപ്പാഠം ചെയ്യണം. ഇവിടെ തഖ്റുജൂന ജമ്മാണ്. അപ്പോൾ യജിബു അലൈക്കും അൻ തഖ്റുജു മിനൽ ഫസ്ലി ബിഹുദൂഇൻ. നിങ്ങളെല്ലാവരും ക്ലാസ് മുറിയിൽ നിന്ന് ശാന്തതയോടെ പുറത്തു പോകണം. അപ്പോൾ യജിബു അലൈക്കും എന്നാണ് പറയേണ്ടത്. അടുത്തത് തദ്ഖുലൂന എന്നാണ്. അപ്പം യജിബു അലൈക്കും അതേപോലെ തന്നെയാണ് യജിബു അലൈക്കും അൻ തദ്ഖുലുൽ ഫസ്ല ഖബ്ല ദുഖൂലിൽ മുദരിസ്. നിങ്ങളെല്ലാവരും അധ്യാപകൻ പ്രവേശിക്കുന്നതിന് മുമ്പ് ക്ലാസ് മുറിയിൽ പ്രവേശിക്കണം. അടുത്തത് തദ്റുസു എന്നാണ്. അപ്പോൾ യജിബു അലൈക അൻ തദ്റുസ ലുഗത്തൽ അറബിയ്യ ലിഅന്നഹ ലുഗത്തുൽ ഖുർആൻ. നീ തീർച്ചയായിട്ടും അറബി ഭാഷ പഠിക്കണം, കാരണം അത് ഖുർആനിൻ്റെ ഭാഷയാണ്. 11ാമത്തേത് അദ്ദഹാബു മസ്ദറു ദഹബ യദ്ഹബു. അപ്പോൾ ദഹാബ് എന്ന് പറയുമ്പോൾ എന്താണ്? അത് ദഹബ യദ്ഹബു എന്നുള്ളത് മസ്ദറാണ്. അഖുൽ മസലൻ ഉരീദു ദഹബ ഇലൽ ബൈത്ത്. എനിക്ക് വീട്ടിലോട്ട് പോകണം. അപ്പോൾ ഉരീദു അൻ അദ്ഹബ എന്നുള്ളതിന് പകരമാണ് ഉരീദു ദഹബ എന്ന് പറയുന്നത്. രണ്ടാമത്തെ യാ ഉസ്താദു അർജു അൻ തസ്മഹ ലി ബിദ്ദഹാബി ഇലൽ മുസ്തഷ്ഫ. ഉസ്താദെ, നിങ്ങൾ ദയവായിട്ട് എന്നെ ആശുപത്രിയിലോട്ട് പോകാൻ അനുവദിക്കണം. അർജു അൻ തസ്മഹ ലി ബിദ്ദഹാബി. ദഹാബാണ് ഇവിടെ. അർജു അൻ തസ്മഹ ലി അൻ അദ്ഹബ ഇലൽ മുസ്തഷ്ഫ എന്ന് പറയുന്ന പോലെയാണ് ലി ബിദ്ദഹാബി ഇലൽ മുസ്തഷ്ഫ. ഖറജ്തു മിനൽ ഫസ്ലി ലിദ്ദഹാബി ഇലൽ മുദീരി. അപ്പോൾ ഖറജ്തു മിനൽ ഫസ്ലി, ഞാൻ ക്ലാസ് മുറിയിൽ നിന്ന് പുറത്തു പോയി, ലിദ്ദഹാബി ഇലൽ മുദീരി, പ്രിൻസിപ്പളുടെ അടുത്ത് പോകാൻ വേണ്ടിയിട്ട്. ഹാദിഹി തദ്കിറത്തു ത്വായിറത്തിൻ ഇലാ ദിമിഷ്ക ദഹാബൻ വയ്യാബൻ. ഇത് ദിമിഷ്കിലോട്ട് പോകുന്ന പ്ലെയിനെ പറ്റിയിട്ടുള്ള ഒരു തദ്കിറയാണ്, റിമൈൻഡറാണ്. ദഹാബൻ വയ്യാബൻ എന്ന് പറയുമ്പോൾ എന്താണ്? അങ്ങോട്ട് പോകാനും തിരിച്ചു വരാനും, ബാക്ക് ആൻഡ് ഫോർത്ത്. അപ്പോൾ ദഹാബ് എന്നുള്ള ഫിഅൽ എന്താണ്? ഇസ്മ എന്താണ്? അത് ദഹബ യദ്ഹബു എന്നുള്ളതിൻ്റെ മസ്ദറാണ്. അതാണ് ഇവിടെ പറയുന്നത്. ഇനി കലിമാത്തുൽ ജദീദ, ഈ പാഠത്തിലുള്ള പുതിയ വാക്കുകൾ. അജ്നബിയുൻ എന്ന് പറയുന്നുണ്ട്. അജ്നബി എന്ന് പറയുമ്പോൾ ഫോറിൻ എന്നുള്ള അർത്ഥത്തിലാണ് അജ്നബി ആയിട്ടുള്ള. അല്ലെങ്കിൽ അജ്നബി എന്നുള്ള വാക്ക് അറബി അല്ലാത്ത ഭാഷയ്ക്കും പറയാം അജ്നബി. നഖ്ദുൻ നുഖൂദ് എന്ന് പറയുമ്പം പണം. ഇയാബുൻ എന്ന് പറയുമ്പോൾ വരുന്നത്. yani ദഹാബൻ വ ഇയാബൻ എന്ന് പറയുമ്പോൾ പോകുന്നതും വരുന്നതും തിരിച്ചു വരുന്നതും. ഖുർസുൻ വൽ ജമു അഖ്റാസ്, ഇത് ടാബ്ലറ്റിനാണ് ഖുർസ് എന്ന് പറയുന്നത്. കിലോഗ്രാം വൽ ജമു കിലോഗ്രാമാത്ത്. ദഖറുൻ വൽ ജമു ദുക്കൂർ, ഇത് പുരുഷന് ദഖർ എന്ന് പറയും. വജബ യജിബു, ഇത് നിർബന്ധമായും. വജബ യജിബു ഫിഅലാണ്. മിസാലായിട്ടുള്ള ബലിഅ യബ്ലഉ എന്ന് പറയുന്നത് സ്വോളോ ചെയ്യാൻ, വിഴുങ്ങാനാണ്. ബലിഅ യബ്ലഉ. മഹ്ഫദ എന്ന് പറയുമ്പോൾ പേഴ്സ്. ഖതഉൻ വൽ ജമു അഖ്താഉൻ, തെറ്റ്. അദ്ദഹാബ് പോവാൻ. തദ്കിറ വൽ ജമു തദാകിർ, ടിക്കറ്റ്. അല്ലെങ്കിൽ ഇതിന് റിമൈൻഡർ എന്നുള്ള രീതിയിലും പറയാം. തദ്കിറ, ഇന്നഹ തദ്കിറ എന്നുള്ള പോലെ. ഉൻസ വൽ ജമു ഇനാസ് എന്ന് പറയുമ്പോൾ ഇത് സ്ത്രീ അല്ലെങ്കിൽ ഫീമെയിൽ എന്നുള്ള രീതിയിൽ. അപ്പോൾ ഈ പാഠത്തിൽ തദ്കിറ എന്നുള്ള വാക്ക് റിമൈൻഡർ എന്നുള്ള എന്താണ് ഓർമ്മപ്പെടുത്തൽ എന്നുള്ള രീതിയിലാണ് വന്നിട്ടുള്ളത്. അതിന് ടിക്കറ്റ് എന്നുള്ള അർത്ഥമുണ്ട്. ബിൻതിദാമിൻ എന്ന് പറയുമ്പോൾ ഒരു നല്ല എന്താ അച്ചടക്കത്തിൽ അല്ലെങ്കിൽ ഒരു ഓർഡർ, ഒരു ഡിസിപ്ലിൻ, ഓർഡർലി മാനർ എന്നുള്ള അർത്ഥത്തിലാണ് ബിൻതിദാം വരുന്നത്. അറജ യഅറുജു, ദഖല പ്രവേശിക്കുക എന്നുള്ള അർത്ഥത്തിലാണ് അറജ യഅറുജു.